സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ സ്കൂളിൻ്റെ 100ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് സംഘാടക സമിതിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇന്നത്തെ സ്കൂൾ കാണുമ്പോൾ പഴയ സ്കൂളിനെ കൂടി ഓർക്കുന്നത് നമുക്കൊരു പാഠം നൽകാൻ നല്ലതാണ്. ഇവിടെ പല അധ്യാപകന്മാരും ഇവിടെ നമ്മുടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങി. ഇന്നത്തെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും സംഘാടക സമിതിയും കൂടിയാണ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം കൂടിയാണ് ഈ സദസ്സ്. പല കൊല്ലങ്ങളിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഇതിൻ്റെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് 89 വിരിഞ്ഞ പൂക്കൾ. അവരുടെ പ്രവർത്തനമാണ് പല രംഗങ്ങളിലായി ഈ സ്കൂളിൽ നടന്നത്. മറ്റുള്ളവർ മോശക്കാർ എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളെ ഒന്നുകൂടി മെച്ചപ്പെട്ട പ്രോഗ്രാം നടത്തുന്ന ഒരു ടീമിനെ ഒന്നുകൂടി അഭിനന്ദിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംസാരം ഞാൻ നടത്തിയത്. പല നിലക്കുമുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സാക്ഷികളാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും അവർക്ക് അതിനുള്ള പ്രചോദനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പഴയ കാലത്ത് അധ്യാപകർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഈ നിലക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ തലമുറ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തലമുറ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അത് വഴിമാറിക്കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം അവർ നൽകേണ്ടത് അവരുടെ ചുമതലയാണ്, കടമയാണ്. അന്നിപ്പോൾ നേരത്തെ രാഘവൻ മാഷൊക്കെ പ്രസംഗിച്ചതുപോലെ കുട്ടികളെ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്ത് കുളിപ്പിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ ഈ പുരോഗതി ഇന്നിവിടെ എത്തി നിൽക്കാൻ കാരണം. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകരുത് എന്ന് ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനൊക്കെ ഏകദേശം ഇതിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് ഈ സ്കൂളിലേക്ക് കടന്നു വരുന്നത്. അതിന് മുമ്പുള്ള അധ്യാപകരെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ കഥ കേട്ടിട്ടേ ഉള്ളൂ, സംഭവം അറിഞ്ഞിട്ടില്ല. അതൊക്കെ ചരിത്രങ്ങളാണ്. ചെമ്പറ സ്കൂളിൻ്റെ ചരിത്രമാണ്. ആ പുസ്തകങ്ങളിലൊക്കെ അതുണ്ടാവും. നമ്മളെ ഇതിൻ്റെ മാനേജറായ മുഹമ്മദ് മൂപ്പൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ലത്തീഫ് മൂപ്പൻ, ഇവരുടെ എല്ലാം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്ന് മാത്രമാണ് ഇന്ന് ഈ പച്ച പിടിച്ച് നിൽക്കുന്ന ഈ ചെമ്പറ സ്കൂൾ. ഏതായാലും സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്കൂളിനെ കാണുമ്പോൾ ഞങ്ങൾക്കും പിച്ച വെക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണല്ലോ എന്ന് തോന്നുമ്പോൾ അതിനേക്കാൾ സന്തോഷം. ഇവിടുന്ന് 1800 കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. ഇന്നലെ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമായി. ഏതായാലും 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നമ്മുടെ ഈ കലോത്സവം അല്ലെങ്കിൽ ഈ ആഘോഷം വളരെയധികം മനോഹരമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പ്രധാന അധ്യാപകൻ പ്രവീൺ മാഷൊക്കെ ഞാനുള്ള കാലത്ത് ഇവിടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ അച്ചുതണ്ട് ഇരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അധ്യാപകരുടെ കൂടി പ്രവർത്തനങ്ങളാവുമ്പോൾ സ്കൂളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. അപ്പോൾ എല്ലാ അധ്യാപകരും കൂടി ഒത്തുപിടിച്ചുകൊണ്ട് വേണം നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിക്കാൻ. നമ്മളിൽ നിന്ന് എൻ്റെ കാലത്ത് തന്നെ ഉള്ള പല അധ്യാപികമാരും മരണപ്പെട്ടു പോയി. ഈയിടെ അടുത്ത് മരണപ്പെട്ട അലവി മാഷ്, അതിനുമുമ്പ് മരിച്ച
കുറുപ്പ് മാഷുണ്ട്, ഖദീജക്കുട്ടി ടീച്ചറിന്. ഞാൻ എൻ്റെ കാലത്തുള്ളവരെ പറ്റിയാണ് പറയുന്നത്. അനിൽ മാഷ്, നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സമയത്താണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ വളരെയധികം മെച്ചം കൂട്ടിയിട്ടുണ്ട്, നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അതുപോലെ അലവി മാഷ്, രാവിലെ മൂപ്പർ എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ എത്തുന്നത്, എന്നാലും 9:30 മണിക്ക് അദ്ദേഹം സ്കൂളിലെത്തും. അതൊക്കെ അന്നത്തെ ഒരു ആത്മാർത്ഥതയായിരുന്നു. ഇന്നത്തെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മാനേജർക്കും ഹെഡ് മാസ്റ്റർക്കും അറിയുമായിരിക്കും. ഏതായാലും വേണം, എന്നാലും ഇനി ഒരു ഭാവി തലമുറ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ഈ പന്തളിപ്പ് നിങ്ങൾ നോക്കണ്ട, അത് നാളത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നിങ്ങളായിരിക്കണം അതിൻ്റെ പ്രചോദകൻ. അല്ല, ഇന്ന് നമ്മൾ അങ്ങനെയാണ്. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്, 1800ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അഭിമാനം കൊള്ളാം, അഹങ്കരിക്കരുത്. ആ അഭിമാനത്തിൽ നിന്ന് ഒരു പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ മികച്ച ഒരു സ്കൂളായി മാറണം നമ്മുടെ ചെമ്പ്ര AMP സ്കൂൾ. നമുക്കറിയാം, ഞങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സോഴ്സ് ഈ സ്കൂളിൽ നിന്നുള്ളത് തന്നെ ഈ മക്കളാണ് നമ്മുടെ മുതൽക്കൂട്ട്. നമ്മളെ മുന്നിൽ എത്തി നിൽക്കുന്ന മക്കൾ നമ്മളുടെ എല്ലാം ആയി മാറണം. അവരുടെ ഗുരുനാഥനാവണം, ഒരു ആത്മാർത്ഥ സുഹൃത്താകണം. അവർക്ക് എന്തും നമ്മളോട് പറയാനും അത് നമുക്ക് പരിഹരിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പഴയതും പഠിക്കുക, പുതിയതും പഠിക്കുക, എന്നിട്ടൊരു ഇനി ഭാവിയിലേക്കുള്ള ഒരു ചരിത്രം കൂടി രചിക്കണം. ഇന്നിവിടെ സീനത്ത് ടീച്ചർ ഒരു പുസ്തകം തന്നെ രചിച്ചു. ടീച്ചർ ഇപ്പോൾ ഈ വർഷം റിട്ടയർഡ് ആവുകയാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മളെ മിനിക്കാർ ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയത്. അവരുടെ പ്രവർത്തനം മണ്ഡലം വളരെ വലുതായിരുന്നു. കാരണം ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ പുരോഗതിയിലേക്ക് എത്തുന്നുള്ളൂ. ഇത്തരത്തിൽ കാണുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. മിനി ടീച്ചറുടെ കാലഘട്ടത്തിലാണ് ആ ഈ പുതിയ പുരോഗതിയുടെ കാലഘട്ടം വന്നത്. അപ്പോൾ ടീച്ചറുടെ ആത്മാർത്ഥ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്ന് ഇത്രത്തോളം എത്തി. ഇനി ഇതായി ഈ ബാറ്റ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് പ്രവീൺ മാഷയാണ്. പ്രവീൺ മാഷ് അത് പിടിക്കും. ഒരു 10 കൊല്ലത്തോളം അദ്ദേഹം ഈ HMS സ്ഥാനത്ത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, 10 വർഷത്തോളം ഈ ബാറ്റ് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മളെ PTA പ്രസിഡന്റ്, ഞാനൊക്കെ അവിടെ പഠിപ്പിച്ച കാലത്ത് പഠിക്കുന്ന കുട്ടിയാണ്. അദ്ദേഹം കുറേ വർഷങ്ങളായി നമ്മുടെ ഇതിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 89 വിരിഞ്ഞ ആ കൂട്ടത്തിൻ്റെ ഒരു പ്രധാന കണ്ണി കൂടിയാണ് സുബൈർ. എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നടത്താൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ കസേരയിൽ കയറി നിന്നുകൊണ്ട് 4 ഡയലോഗ് അടിച്ചു പോയാൽ അത് അതിൻ്റെ വളർച്ചയിലേക്ക് എത്തില്ല. പ്രവർത്തനം കൂടി നടക്കുമ്പോഴേ നമ്മൾ വിചാരിച്ച ആ സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. ഏതായാലും പ്രാസംഗികരൊക്കെ വരാൻ വേണ്ടി കുറച്ച് നീട്ടിക്കൊണ്ടേതാണ്. ഏതായാലും വളരെ അനർത്ഥമായ ഈ സമയത്ത് നിങ്ങളിപ്പോൾ കുറച്ച് സദസ്സ് കൂടി. ഞങ്ങൾ അവസാനം ആളൊഴിഞ്ഞ സദസ്സിനോടായിരുന്നു കുറച്ച് സമയം പ്രസംഗിച്ചിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാൻ ഇല്ലാത്തൊരു തകരാറ് ഞാൻ കാണുന്നുണ്ട്. ഒരു കൂളർ ഉണ്ടാവുക അവർക്ക് എത്തണില്ല. ഞങ്ങളെത്തിയില്ല, ഞങ്ങൾ ആളുകൾ നിരന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇരിക്കാനുള്ള സമയം ഉണ്ടെങ്കിലും ഇരുത്തണ്ടെന്നിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല. ഞാൻ തമാശയായിട്ട് പറയാട്ടോ, അല്ലാതെ. ഏതായാലും ഈ സദസ്സ് ഭംഗിയാക്കി തന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ സംഘാടക സമിതി ഇത്തരത്തിൽ 6 ദിവസം ഇത് കൊണ്ടു നടക്കണം. ഇതിൻ്റേതായ കെട്ടിലും മട്ടിലും പാളിച്ചകൾ വരാതെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഈ 6 ദിവസത്തെ ഈ പ്രോഗ്രാം എവിടെയും കറുപ്പ് കുത്തു വീഴാതെ കൊണ്ടുപോവേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ സംഘാടക സമിതിക്കുള്ളത്. ഇനി ആളുകൾ വർദ്ധിക്കുന്ന ഒരു സദസ്സിലേക്കാണ് പോകുന്നത്. കലാപരിപാടികളും നല്ല നല്ല പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ലൊരു സദസ്സ് കിട്ടും. ആ സദസ്സെല്ലാം ഈ നന്മയെ
പുണരണം. കാരണം ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്കൂടി നന്മ ഒന്നുകൂടി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്വന്തം മാതാവിൻ്റെ നേരെ പോലും കടാര ഓങ്ങുന്ന മക്കളെ വളർത്താനാവരുത് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. ഒരു ന്യൂ ജനറേഷൻ എന്നൊരു തലമുറ വളരുമ്പോൾ അതൊരു സംസ്കാരം കൂടി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലായിത്തീരും. അതിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, നിർത്തുന്നു. ജയ് ഹിന്ദ്.